റിതു രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് പഴയ വണ്ടിയാണ്. റിതുവിൻ്റെ ഒന്നാമത്തെ പിറന്നാളിന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത വണ്ടിയാണ്. ഒറ്റയ്ക്ക് ചവിട്ടാനൊന്നും അറിയത്തില്ല. കയറിയിരിക്കുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഇതുപോലെ തള്ളിക്കൊടുക്കണം, എന്നാലേ അവൾ ഇരിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കും. അപ്പം അങ്ങനെ കുറച്ച് നേരം തള്ളി നടക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത്. ഇതാകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. ജസ്റ്റ് തട്ടിയും തൂത്തിട്ടൊക്കെ എടുത്തു കൊടുത്തു. അപ്പം കുറേ നേരം ഇങ്ങനെയും കളിച്ചുകൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ എനിക്കൊരു ഹോസ്പിറ്റലിൽ വരെ പോകണം. അപ്പോൾ ഇവൾ കാണാണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരിച്ചു വെക്കുകയെ. അങ്ങനെ ഫൈനലി ഞാൻ അവൾ കാണാണ്ട് ഹോസ്പിറ്റലിൽ എത്തി. ഹോമിയോ ആശുപത്രിയാണ് കേട്ടോ. തൈറോയ്ഡ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ആദ്യം പോകുന്നിടത്തുനിന്ന് അല്ല, ഇപ്പോൾ അവിടുന്ന് മാറ്റി ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ പോകുന്ന സ്ഥലത്ത് തന്നെ ആയിരുന്നു പോയത്. അപ്പോൾ അവിടുന്ന് മാറ്റി എന്ന് പറഞ്ഞപ്പം പിന്നെ തപ്പി കണ്ടുപിടിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല. സൺഡേ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഡോക്ടർ വഴക്ക് പറയുമോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. തൈറോയ്ഡ് തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ ഹോമിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. എനിക്കതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട്. ഇവരാണ് കേട്ടോ മരുന്ന് മേടിക്കാൻ നിൽക്കുന്നത്. ഇപ്പം പുതിയതായതുകൊണ്ട് തന്നെ വലിയ അത്യാവശ്യം നേരത്തെക്കാട്ടിൽ ഇച്ചിരി ബിൽഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വീടാണെന്ന് തോന്നുന്നു. വീടിൻ്റെ അവിടെയാണ് നമ്മൾ OP. ഇവിടെ ഫാർമസിയും പിന്നെ ഡോക്ടേഴ്സ് ഇരിക്കുന്നതും ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പേര് വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നത് നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ട് എൻ്റെ പേര് വിളിക്കുന്നില്ല കേട്ടോ. അപ്പം പിന്നെ കുറേ നേരം ഇതുമൊക്കെ നോക്കി നിന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ ഇത് കണ്ട. ഇതാണ് നമ്മുടെ ഡോക്ടർമാരുടെ വിവരം. അപ്പോൾ ഇതിനകത്ത് നീതു വിഷയമാണ് ഞാൻ കാണുന്നത്. അപ്പം ഇന്ന് ആ ഡോക്ടർ ഇല്ലായിരുന്നു. പിന്നെ രമ്യ രാജിനെ കണ്ടു. അതും തൈറോയിഡിൻ്റെ നോക്കുന്നതാണ്. അങ്ങനെ കണ്ടോ ഇവിടെ കുറേ ചികിത്സകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അവിടെ നിന്ന് വായിക്കുമായിരുന്നു. കാൽമുട്ട് വേദന, തേയ്മാനത്തിനും അതുപോലെ നടുവേദന, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ആമവാദം, അതിനൊക്കെ ഒത്തിരി ചികിത്സകളുണ്ട്. അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ തൊട്ടേ ഹോമിയോ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഹോമിയോ കഴിച്ചാലേ ഇച്ചിരി ആശ്വാസം കിട്ടുള്ളൂ. പിന്നെ എൻ്റെ പേരൊന്നും വിളിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം നിന്ന് മടുത്തപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്നു. നോക്കിയിരുന്ന് ഫൈനലി എന്നെ പേര് വിളിച്ചില്ല ഗൈസ്. പിന്നെ ഞാൻ അവിടെ വന്ന് നിന്നു. അപ്പോൾ എന്നെക്കാട്ടിലും മുമ്പ് വന്നവർ മരുന്നൊക്കെ മേടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം ലാസ്റ്റ് എൻ്റെ മരുന്ന് കിട്ടി. 2 ആഴ്ചത്തേക്കുള്ള മരുന്നാണ് തന്നത്. അങ്ങനെ ബാഗൊക്കെ വെച്ച് പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പം മഴയ്ക്ക് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയി പകുതി വന്നപ്പോഴത്തേന് പെട്ടു ഗൈസ്, മഴ പെയ്തിരു. ചെറുതായിട്ട് ചാറുന്നുണ്ടെങ്കിലും സൈഡിലൊരു കയറി നിൽക്കാൻ സ്ഥലം കണ്ടപ്പോൾ ഞാൻ കയറി നിന്നു. കാരണം പിന്നെയും പോയി കഴിഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പെട്ടു പോവില്ലേ. അതുകൊണ്ട് അവിടെ കയറി നിന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നോക്കിയിട്ട് മഴ തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഞാൻ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ.